ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 50 വത്സാസുരൻ്റെയും ബകാസുരൻ്റെയും വധം. ശ്ലോകം 9. സപതി സഹജാം സന്ദ്രഷ്ടം വാമൃതാം ഖലു പൂതനാമനുജമഖമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ബകേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യഥാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. സപതി സഹജാം സന്ദ്രഷ്ടും വാ മൃതാം ഖലു പൂതനാം അനുജം അഖം അപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതും ഏവ വാ ശമനനിലയം യാതേ തസ്മിൻ ബകേ സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവനാത് ഗൃഹം അയ്യഥാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സപതി പെട്ടെന്ന്, സഹജാം സഹോദരി പൂതനയെ, സന്ദ്രഷ്ടും വാ കാണുന്നതിനാണോ അതോ, മൃതാം മരിച്ച, അനുജം അനുജനായ, അഖം അപി അഖാസുരനെയും, അഗ്രേ മുമ്പേ, ഗത്വ ചെന്നിട്ട്, പ്രതീക്ഷിതും ഏവ വ പ്രതീക്ഷിക്കാനാണോ, ശമനനിലയം യമാലയം യാതേ പോയപ്പോൾ, അസ്മിൻ ഈ ബകേ ബകാസുരൻ, സുമനോഗണേ ദേവന്മാരുടെ സമൂഹം, കിരതി വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വൃന്ദാവനാത് വൃന്ദാവനത്തിൽ നിന്ന്, ഗൃഹം ഭവനത്തിലേക്ക്, ഐക്ഷഥ എത്തിച്ചേർന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. സപതി സഹജാം നീട്ടിയിട്ട് മുർക്കം, സന്ദ്രഷ്ടും ഷ്ട എന്നുള്ളതൊന്നും ഒട്ട് പോകുന്നുണ്ട. വാ മൃതാം നീട്ടിയിട്ട് മുർക്കം, ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പൂതനാമനുജമഖമപ്യഗ്രേ ചേർത്തു ചൊല്ലുമ്പം പൂതനാമനുജ, പൂതനാം അനുജ എന്നാണ് ചേർത്ത് ചൊല്ലുമ്പോൾ പൂതനാമനുജമഖമപ്യഗ്രേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗത്വ പ്രതീക്ഷിതുമേവ ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശമനനിലയം യാതേ തസ്മിൻ ബകേ ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ, സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവനാത് നാദ് എന്നാണ്, ഗൃഹമയ്യഥാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, നീട്ടിയിട്ട് വിസർഗം. സപതി സഹജാം സന്ദ്രഷ്ടും വാ മൃതാം ഖലു പൂതനാമനുജമഖമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ബകേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യഥാ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ലളിതമുരളീനാദം ദൂരാന്നിശമ്യ വധൂജനൈസ്ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിതജനനീ നന്ദാനന്ദസമീരണമന്ദിരപ്രഥിതവസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. ലളിതമുരളീനാദം ദൂരാത് നിശമ്യ വധൂജനൈ ത്വരിതം ഉപഗമ്യാരാത് ആരൂഢമോദം ഉദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിതവസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ.
നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ലളിത മുരളീനാദം, മനോഹരമായ മുരളീനാദത്തെ ദൂരാത് അകലെ നിന്ന് നിശമ്യ കേട്ടിട്ട്. വധൂജനൈ ഗോപസ്ത്രീകൾ, ത്വരിതം വേഗം. ഉപഗമ്യ വന്നു ചേർന്നിട്ട്. ആരാത് സമീപത്ത്. ആരൂഢമോദം വളരുന്ന സന്തോഷത്തോടു കൂടി. ഉദീക്ഷിത കാണപ്പെടുന്നവനും. ജനിത ജനനീ നന്ദാനന്ദ, മാതാവായ യശോദയ്ക്കും പിതാവായ നന്ദഗോപർക്കും ആനന്ദം നൽകുന്ന. ത്വം അങ്ങ്, മമ എൻ്റെ, ആമയാൻ രോഗങ്ങളെ, ദൂരീകുരുഷ്വ മാറ്റിയാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ലളിത മുരളീനാദം, ദൂരാത് നിശമ്യ ചേർത്തെഴുതുമ്പോൾ ദൂരാന്നിശമ്യ, നീ മെല്ലെന്ന് ഊന്നി പറയണം. വധൂജനൈ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ത്വരിതമുപഗമ്യാരാത് അങ്ങനെ ചൊല്ലിയാൽ മതി. പിന്നെ സാന്ന് വേണ്ട, സ്ത്വരിത എന്ന് വേണ്ട, ചേർത്ത് ചൊല്ലുമ്പോഴാണ് അങ്ങനെ സാന്ന് വേണ്ടത്. വധൂജനൈ, ധൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആരൂഢമോദം ഉദീക്ഷിത, ആരൂഢ ഠ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഉദീക്ഷിത അവിടെ വിസർഗമുണ്ട്. ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജനിത ജനനീ നന്ദാനന്ദ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സമീരണ എന്ന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പം സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. നന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ, അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സമീരണ മന്ദിര പ്രഥിത വസതേ. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശൗരേ, ദൂരീകുരുഷ്വ മമാമയാൻ, മമാമയാൻ ഇത് ശ്രദ്ധിച്ചോളൂ. മമ ആമയാൻ എന്നാണ്. ചേർത്ത് ചൊല്ലുമ്പോൾ മമാമയാൻ അങ്ങനെ വരും. ലളിത മുരളീനാദം ദൂരാന്നിശമ്യ വധൂജനൈസ്ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത. ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ. ശൗരേ, ദൂരീകുരുഷ്വ മമാമയാൻ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.